ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ ഓരോരോ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 28 ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 29ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത. അർത്ഥം എന്താണ്? അനാകലിത സാദൃശ്യമായ ചുബുകത്തിൻ്റെ ശ്രീയാൽ വിരാജിക്കുന്നവൾ എന്നാണ് അർത്ഥം. ചുബുകത്തിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം താടിയുടെ, അതായത് നമ്മുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള ഭാഗം, ആ ഭാഗത്തിനെയാണ് ചുബുകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീ എന്നാൽ സൗന്ദര്യത്താൽ, അതായത് ശ്രീ എന്നാൽ സൗന്ദര്യം എന്നാണ് അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വശ്യന്യാദികളായ വാഗ്ദേവതകൾ പലതരത്തിൽ വർണ്ണിക്കുവാൻ ശ്രമിച്ചിട്ടും മറ്റൊന്നിനോട് ദേവിയുടെ ചുബുകത്തെ ഉപമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് അത്ര സൗന്ദര്യമുള്ളതാണ് ഭഗവതിയുടെ താടി. അതിനെ എത്ര തന്നെ വിചാരിച്ചിട്ടും അതുപോലെയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എന്നുപോലും പറയാൻ സാധിക്കുന്നില്ല. അത്ര മനോഹരമായ താടിയാണ് ഭഗവതിക്ക് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റൊന്നിനോട് പോലും ഉപമിക്കുവാൻ സാധിക്കുന്നില്ല. അത്ര മനോഹരമായ താടി ഉള്ളവളാണ് അംബിക, അത്ര മനോഹരിയാണ് അംബിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അംബികയുടെ ആ സൗന്ദര്യത്തെ പറ്റിയാണ് ഇവിടെ വീണ്ടും വീണ്ടും വർണ്ണിച്ചിരിക്കുന്നത്. ഈ 29ാമത്തെ ശ്ലോകത്തിൽ അംബികയുടെ താടിയെപ്പറ്റി, അതായത് ചുബുകം എന്നാൽ താടി, നമ്മുടെ കീഴ്ചുണ്ടിൻ്റെ താഴെയുള്ള ഭാഗം, ആ ഭാഗത്തിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഒന്നിനോടും ഭഗവതിയുടെ ചുബുകത്തെ ഉപമിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.